മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പൂക്കി മിനിസ്റ്ററാക്കിയ റിയാക്ഷൻ ആരും മറന്നു കാണില്ല. വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ള ആ റിയാക്ഷൻ പിന്നീട് അങ്ങോട്ട് വൈറലായി. ഇതോടെ നമ്മുടെ ജെൻസി പിള്ളേരും വണ്ടി ഭ്രാന്തന്മാരും ആ സ്വപ്ന പ്രഖ്യാപനത്തിനായി കാതോർത്തു. ഒടുവിൽ മോഡിഫിക്കേഷൻ നയം വ്യക്തമാക്കി ഗതാഗത കമ്മീഷനും രംഗത്തെത്തി. നമ്മുടെ വാഹന മോഡിഫിക്കേഷൻ ഇളവുകളുടെ ലിസ്റ്റ് പുറത്തു വന്നു. ഈ ലിസ്റ്റ് കണ്ട് ജനങ്ങൾ ശരിക്കും അന്തിച്ചു നിൽക്കുകയാണ്. ഇനി ഇതൊന്നും പോരാഞ്ഞ ഫീസ് അടച്ച പ്രത്യേക അനുമതിയോടെ വാഹനങ്ങളുടെ നിറം മാറ്റണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് RCയിൽ രേഖപ്പെടുത്തണം. കൂടാതെ LPG CNG കിറ്റ് വെക്കുന്നത്, ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കുന്നത്, ഇലക്ട്രിക് ആക്കി മാറ്റുന്നത്, എൻജിൻ മാറ്റുന്നത്, ഷാസി ഫ്രെയിം മാറ്റുന്നത് എന്നിവയും പ്രത്യേക അനുമതിയോടെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകളാണ്. ഇവയും RCയിൽ രേഖപ്പെടുത്തണം. വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്ത ഈ ലിസ്റ്റിനെതിരെ ഇപ്പോൾ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ഇളവുകൾ എന്ന് അറിയണ്ടേ? അധിക സ്പീക്കറുകൾ, ആൻഡ്രോയിഡ് ഇന്റർഫോർടൈൻമെന്റ് സിസ്റ്റം, ബോഡി സ്റ്റിക്കറുകൾ, ക്രോം ഗാർണിഷ്, ഡാഷ് കാം, ഡോർ വൈസറുകൾ, ഫ്ലോർ മാറ്റുകൾ, GPS ട്രാക്കർ, ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, മഡ് ഫ്ലാപ്പുകൾ, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, റൂഫ് കാരിയറുകൾ, സീറ്റ് കവർ, 50% സുതാര്യമായ സൺ ഫിലിം, സ്റ്റിയറിംഗ് വീൽ കവർ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ. കേൾക്കുമ്പോൾ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരം തോന്നുന്നില്ലേ? ഇതൊക്കെയാണ് അനുമതി ഇല്ലാതെ ചെയ്യാവുന്ന അമാരകമായ മോഡിഫിക്കേഷനുകൾ. അയ്യോ, ബാക്കി ലിസ്റ്റ് കൂടി കേൾക്കണേ. ഡോർ വൈസറുകൾ, ക്രോം ഗാർണിഷ്, ഡാഷ് ക്യാമറ, റൂഫ് കാരിയറുകൾ. വണ്ടി ഭ്രാന്തന്മാരെ, നിങ്ങൾ കാറിന്റെ എഞ്ചിൻ മാറ്റാനോ എക്സോസ്റ്റ് മാറ്റി ശബ്ദം ഉണ്ടാക്കാനാണോ കാത്തിരുന്നത്? എന്നാൽ ഇനി മുതൽ വണ്ടിയുടെ ചാവിക്ക് കീ ചെയിൻ ഇടാൻ കേട്ടോ എന്ന് പറയുന്ന അവസ്ഥയാണ്. വാവ്, നന്നായിട്ടുണ്ട്. അപ്പോ നമ്മൾ ഉദ്ദേശിച്ച മോഡിഫിക്കേഷൻ അല്ലല്ലേ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്? ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ് വണ്ടി പ്രേമികൾ. പിള്ളേരെല്ലാം വിചാരിച്ചു മോഡിഫൈഡ് സൈലൻസറുകൾ, ഫാൻസി ലൈറ്റുകൾ, അലോയ് വീലുകൾ, വണ്ടിയുടെ ഹൈറ്റ് കുറയ്ക്കൽ, അങ്ങനെ റോഡിലിറക്കിയാൽ MVD നോക്കി നിൽക്കുന്ന ഐറ്റങ്ങൾ വരുമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഈ 18 തരം മോഡിഫിക്കേഷനുകൾ അനുവദിച്ചെന്ന് നിർദ്ദേശം വന്നെങ്കിലും ഇതെല്ലാം നിലവിലുള്ളവ തന്നെയാണ് എന്ന് പറഞ്ഞു വലിയ വിമർശനമാണ് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ പണ്ട് പൂക്കി മിനിസ്റ്റർ എന്ന് വിളിച്ച് പുകഴ്ത്തിയവരൊക്കെ ഇപ്പൊ കളി മാറി കമന്റ് ബോക്സുകളിൽ വിമർശനം കൊണ്ട് നിറയ്ക്കുകയാണ്. എന്തായാലും വാക്കുപാലിക്കാൻ നമ്മുടെ സർക്കാർ കാണിച്ച ഈ വലിയ മനസ്സിന് നന്ദി. അടുത്ത തവണ വണ്ടി കഴുകാനുള്ള അനുമതി കൂടി ഇളവുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. പുതിയ സീറ്റ് കവറിലിരുന്ന് സുരക്ഷിതമായി വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ആശംസകൾ.